നമസ്കാരം. കേരളത്തിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ബി ജെ പിയിൽ ചേരുന്നതായി റിപ്പോർട്ട്. എം പി ആയി ഇദ്ദേഹം പാർട്ടിയിൽ ചേരാൻ ബി ജെ പിയെ സമീപിച്ചെന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സാണ് റിപ്പോർട്ട് ചെയ്തത്. ബി ജെ പി ഉന്നത നേതൃത്വവുമായി നേതാവ് ചർച്ച നടത്തി എന്ന വിധത്തിലാണ് പത്രം റിപ്പോർട്ടിൽ പറയുന്നത്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ഈ നേതാവിൻ്റെ സാന്നിധ്യം ഗുണം ചെയ്യും എന്ന വിധത്തിലാണ് വാർത്തയിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം നേതാവിൻ്റെ പേര് പറയാതെ സ്ഥിരീകരണമില്ലാത്ത വാർത്തയാണ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പത്രവാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്: സംഘപരിവാർ ബന്ധം ആരോപിച്ച് കേരളത്തിലെ ഭരണകക്ഷിയായ CPM-നെ പ്രതിപക്ഷമായ കോൺഗ്രസ് രൂക്ഷമായി കടന്നാക്രമിക്കുന്നതിനിടെ മറ്റൊരു ഭാഗത്ത് വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുകയാണ്. കേരളത്തിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ബി ജെ പിയിൽ ചേരാനുള്ള സാധ്യത തേടി ജനങ്ങളെ സമീപിച്ചതായി BJP ഉന്നത വൃത്തങ്ങൾ പറയുന്നു. MP കൂടിയായ കോൺഗ്രസ് നേതാവിനെതിരെ BJPയിൽ ചില എതിർപ്പുകൾ ഉണ്ടെങ്കിലും കോൺഗ്രസ് നേതാവ് പാർട്ടിയിൽ ചേർന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതിനാൽ തന്നെ കോൺഗ്രസ് നേതാവിൻ്റെ കടന്നുവരവ് BJP സ്വാഗതം ചെയ്യാനാണ് സാധ്യത എന്ന് BJP വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം MP-യെക്കുറിച്ച് സൂചനകളില്ലാത്ത വാർത്ത KPCC തള്ളുകയാണ്. കേരളത്തിൽ ഇപ്പോഴത്തെ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ഇത്തരമൊരു വാർത്തയെന്നും സൂചനകൾ ഉണ്ട്. സംസ്ഥാന സർക്കാർ കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. RSS ബാന്ധവത്തിൻ്റെ പേരിൽ LDF സർക്കാരും കടുത്ത പ്രതിസന്ധി നേരിടുന്നുണ്ട്. CPM-ന് അനുഭാവമുള്ള BJP നേതാക്കൾ പടച്ചുവിടുന്ന നുണക്കഥകൾ മാത്രമാണ് ഈ വാർത്ത എന്നാണ് KPCC ഇതേക്കുറിച്ച് പറയുന്നത്. അഖിലേന്ത്യാ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർട്ടി മുഖ്യ പ്രതിപക്ഷമായിരിക്കുമ്പോഴാണ് മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ പുറത്തുവിടുന്നത്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അടുത്ത മാസം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇവിടെയും കോൺഗ്രസ് അധികാരം പിടിക്കുമെന്ന് കരുതുന്നു. ഇതിനിടെയാണ് ഇത്തരമൊരു വാർത്ത എന്നതും ശ്രദ്ധേയമാണ്. നിലവിലെ അവസ്ഥയിൽ ഒരു കോൺഗ്രസ് നേതാവും പാർട്ടി വിടില്ല എന്നാണ് നേതൃത്വം കരുതുന്നത്. കൂടാതെ കേരളത്തിൽ ഉറപ്പായും അടുത്ത തവണ അധികാരം പിടിക്കാമെന്നും വിലയിരുത്തലുകൾ ഉണ്ട്. അടുത്ത തവണ അധികാരം കിട്ടില്ല എന്ന് ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും അധികാരം പിടിക്കും എന്ന് തന്നെയാണ് ഔദ്യോഗിക ഭാഷ്യം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026-ൽ BJPയെ മുന്നിൽ നിന്ന് നയിക്കാൻ ഈ ഒരു കോൺഗ്രസ് MP വിചാരിച്ചാൽ സാധിക്കും. അദ്ദേഹത്തിന് അതിൻ്റേതായ ചില മൂല്യങ്ങളും ഗുണങ്ങളുമുണ്ട്, പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ള റിപ്പോർട്ടാണ് പരോക്ഷമായി ഇന്ത്യൻ എക്സ്പ്രസ് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയാതെ നൽകുന്നത്. നേരത്തെയും പല കോൺഗ്രസ് നേതാക്കളും ഇതുപോലെ BJPയിൽ ചേരും എന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പിന് മുൻപും ഉണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിന് ശേഷവും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് മധ്യപ്രദേശിൽ കമൽനാഥ് അടക്കമുള്ള പ്രമുഖ നേതാക്കൾ BJPയിലേക്ക് വരും എന്നതിൻ്റെ സൂചനകൾ ഉണ്ടായിരുന്നു. അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും BJPയിലേക്ക് എത്തുകയും അവർക്കൊക്കെ തന്നെ ടിക്കറ്റ് ലഭിക്കുകയും ചെയ്തിരുന്നു. അവരിൽ ചിലരൊക്കെ ജയിക്കുകയും ചിലരൊക്കെ പരാജയപ്പെടുകയും ചെയ്തു. ഇതിപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി BJP പയറ്റുന്ന ഒരു തന്ത്രമായിട്ട് കൂടി ഇതിനെ വേണമെങ്കിൽ വിലയിരുത്താം. കോൺഗ്രസിൽ നിന്ന് ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അവർക്ക് അടർത്തിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ഇതിൽ MP ആരെന്നോ കോൺഗ്രസ് നേതാവാരെന്നോ ഒന്നും തന്നെ വ്യക്തമായ സൂചനകൾ ഈ പത്രവാർത്തയിൽ ഇല്ല. എങ്കിലും ചില പേരുകൾ അഭ്യൂഹങ്ങളായി പുറത്തു വരുന്നുമുണ്ട്. ഈ നേതാവിനെ ഉപയോഗിച്ച് വലിയ മുന്നേറ്റം കേരളത്തിൽ BJPക്ക് നടത്താൻ സാധിക്കും എന്ന പൊതുവിലയിരുത്തൽ BJP ദേശീയ നേതൃത്വത്തിനും ഉണ്ട് എന്നാണ് സൂചന. പക്ഷേ കേരള ഘടകം ഈ നേതാവിനെ അംഗീകരിക്കുമോ, ഇദ്ദേഹത്തിൻ്റെ വരവിനെ ഏത് രീതിയിൽ കേരള ഘടകം കാണും എന്നുള്ള ചില സംശയങ്ങളുമുണ്ട്. കേരളത്തിൽ BJPയിൽ വിഭാഗീയതയുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ വിഭാഗീയതകളെല്ലാം മറന്ന് ഈ ഒരു നേതാവിനെ സ്വീകരിച്ചുകൊണ്ട് BJP ശക്തമായി മുമ്പോട്ട് നീങ്ങുകയാണെങ്കിൽ വലിയ തോതിൽ സീറ്റുകൾ BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം നേടാൻ സാധിക്കും എന്ന പൊതു വിലയിരുത്തലുമുണ്ട്. വാർത്ത സത്യമാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എങ്കിലും ദേശീയ മാധ്യമം നൽകിയ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയാകുന്നത്. ഇതേക്കുറിച്ച് BJPയോ BJPയുടെ കേരള ഘടകമോ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യം.